പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 22/1/2026 കേട്ടോ. ഞാൻ നമ്മുടെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് നിങ്ങളെ കാണിക്കുക. അവിടെ വർക്ക് നടക്കുകയാണ്, മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. എനിക്കിവിടെ വലിയൊരു അമളി പറ്റി. അപ്പോൾ ചില ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം, അത് ഞാൻ എൻ്റെ അമളി നിങ്ങളെ ഒന്ന് അറിയിക്കുക. കാരണം നിങ്ങൾക്ക് അമളി പറ്റിക്കൂടായികല്ല. കാരണം ഞാൻ ട്രെയിനിലൂടെ എറണാകുളം പോയിട്ടോ. എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നത് KSRTC ബസ്സിലാണ്. പക്ഷേ ഈ KSRTC ബസ്സിൽ വന്ന് തൃശ്ശൂർ ഇറങ്ങിയത് രാത്രിയാണ്. ഈ രാത്രി വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ അവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷനൊക്കെ നോക്കി, ഇടയ്ക്ക് നമ്മൾ മൊബൈൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അങ്ങനെയാണല്ലോ, മൊബൈൽ നോക്കി യാത്ര ചെയ്ത് വന്ന് ഒല്ലൂർ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന നമ്മൾ പിന്നെ ഇറങ്ങുന്ന സാധാരണ സ്റ്റാൻഡിലാണ്. അപ്പോൾ വടക്കേ സ്റ്റാൻഡ് വരെ നോക്കി. വടക്കേ സ്റ്റാൻഡ് നമുക്കറിയാമല്ലോ, ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ്. അപ്പോൾ അവിടെയൊക്കെ ഒരു കുഴപ്പമില്ല വന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻഡ് എത്തിയ ആളുകളൊക്കെ ഇറങ്ങൽ തുടങ്ങിയപ്പോൾ തൃശ്ശൂരാന്ന് വെച്ചിട്ട് ഞാനും ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായ സംശയം. തൃശ്ശൂരല്ലേ, സ്ഥലം തെറ്റിയോ, ഞാൻ എവിടെയാണ് ഇറങ്ങിയത്, എനിക്ക് യാതൊരു പിടിയില്ലാതായിപ്പോയി. എങ്ങനെയാണ് ആളുകളോട് ചോദിക്കണ ഒരു നാണക്കേടല്ലേ. അങ്ങനെ ഒരുപാട് അന്തം വിട്ടുപോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ആ സ്റ്റാൻഡ് അല്ല ഇപ്പോൾ. മൊത്തം പൊളിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കണം, ട്രാക്കൊക്കെ മാറ്റിയെടുക്കണം. സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഇതൊരു പുതുമയല്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലും പോയി കാണുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു പുതുമയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളൂ. എല്ലാ ആളുകളും ഇതേമാതിരി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ രാത്രിയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതാ സ്ഥലമല്ലേ, നമ്മൾ തൃശ്ശൂരല്ലേ വന്നിറങ്ങിയത് എന്ന് തോന്നാനുള്ളൊരു സാഹചര്യം കൂടില്ല. പിന്നെ ഞാനത് വിലയിരുത്തി കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ചെറിയൊരു സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തൃശ്ശൂർ പിന്നെ ശബരിമല അയ്യപ്പന്മാരുടെ വിശ്രമ സ്ഥലം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അതുവരെ അവിടെ പ്രത്യേകിച്ച് ബോർഡും ഇതൊന്നും കാണുന്നില്ല. ഞാൻ മൊത്തം നോക്കി, അങ്ങനെ ഒരു അക്കിടി എനിക്ക് പറ്റി. ഇനി നിങ്ങളൊക്കെ ഈ പോകുന്ന ആളുകൾക്ക്, സ്ഥിരമായി യാത്ര ചെയ്യാത്ത ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ പറ്റാനുള്ളൊരു അക്കിടിയാണിത് കേട്ടോ. അത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ഉള്ള യാത്ര വളരെ കുറവാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.